സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിനോടൊപ്പം വിവാദങ്ങളും കൊഴുക്കുകയാണ്. മോഹൻലാലിനും അക്ഷയകുമാറിനും അവാർഡ് നൽകിയതാണ് വിവാദങ്ങൾക്ക് കാരണം. ആമിർ ഖാൻ, വിനായകൻ തുടങ്ങിയവരുടെ ശക്തമായ പ്രകടനങ്ങൾ കാണാതെ മോഹൻലാലിനും അക്ഷയകുമാറിനും പുരസ്കാരങ്ങൾ നൽകിയത് പ്രിയദർശന് ഇരുവരോടുമുള്ള സൗഹൃദത്തിന്റെ പേരിലാണെന്നാണ് ചിലരുടെ ആരോപണം. അവാർഡിന് ശേഷം ഒരു പ്രമുഖ മാധ്യമത്തിനോട് പ്രിയദർശൻ പ്രതികരിച്ചു. വിനായകന് അവാർഡ് നിരസിക്കാൻ കാരണം കൂടുതൽ വോട്ടുകൾ നേടിയത് മനോജ് ജോഷിക്കായതിനാൽ ആയിരുന്നുവെന്നാണ് പ്രിയദർശൻ പറഞ്ഞത്. സഹനടന്റെ പട്ടികയിൽ വിനായകന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ മനോജ് ജോഷിയുടെ പ്രകടനത്തിനാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. അവസാന റൗണ്ടിൽ തൊട്ടടുത്ത് വരെ വിനായകൻ എത്തിയിരുന്നു, പ്രിയദർശൻ പറഞ്ഞു. മികച്ച നടന്മാരിൽ അവസാനത്തെ 3 പേരിൽ മോഹൻലാലും ഉണ്ടായിരുന്നു. തെലുങ്കിലും മലയാളത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരേ ഒരു നടൻ മോഹൻലാൽ മാത്രമാണ്. മോഹൻലാലിന് ഇത് 2ാമത്തെ തവണയാണ് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിക്കുന്നത്. ഈ വിഭാഗത്തിൽ ഒറ്റ ജൂറി പുരസ്കാരം മാത്രമാണുള്ളത്. അവസാന റൗണ്ടിൽ വരുന്ന ആളുകളിൽ തുല്യമായ പ്രകടനം വരുമ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ചിലപ്പോൾ കൊടുക്കുക. ഇവിടെ തെലുങ്കിലും മലയാളത്തിലുമുള്ള മോഹൻലാലിൻ്റെ പ്രകടനം പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്, പ്രിയദർശൻ പറഞ്ഞു. മലയാള സിനിമയായ മിന്നാമിനിങ്ങിലെ പ്രകടനം സുരഭിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്തു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.